ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഭാഷ അറിയില്ല. അപ്പോൾ പക്ഷേ ആ ടെൻഷൻസൊക്കെ മാറി അവിടെ ചെന്നപ്പോൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്തു. ഒപ്പം നമ്മുടെ ഹീറോ സാറ് കോമൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആളും അവിടുത്തെ ഒരു കോമീഡിയൻ കം ഹീറോ എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു കന്നഡ. ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിച്ചെടുത്തു. അതെ, എന്താ പഠിച്ചെടുക്കേണ്ടി വന്നു. പിന്നെ അത് ആദ്യത്തെ 2-3 ദിവസമായിരുന്നു കുറച്ച് നമുക്ക് പെട്ടെന്നൊരു ലാംഗ്വേജിക്ക് നമ്മളിങ്ങനെ കയറുമ്പോൾ എന്താ എവിടെയാണെന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു. പിന്നെ സാവധാനം അതെല്ലാം മാറി ഫ്രീ ആയി. പിന്നെ സെറ്റ് തന്നെ എന്താ പറയുക, ഇവിടുത്തെ പോലെ തന്നെ അവിടെയും എല്ലാവരും ഹെൽപ്പ് ചെയ്തു കുറേയൊക്കെ. ഞാൻ മലയാളി കുട്ടിയാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അതിലേക്കുള്ളൊരു എൻട്രി എങ്ങനെയായിരുന്നു? ഞാൻ തമിഴ് മൂവി ചെയ്തിരിക്കുമ്പോഴാണ് അതിലേക്ക് എന്നെ വിളിച്ചത്. അങ്ങനെ ഇപ്പോൾ ഞാൻ തമിഴ് വേറെ മൂവി ചെയ്തിട്ടുണ്ട്, അഴകുമകൻ എന്നാണ് പേര്. അതും ഈ ജൂലൈയിൽ റിലീസ് ചെയ്യും. കന്നഡ റിലീസ് ചെയ്തു. ഓക്കെ, തമിഴ് മൂവിയെ കുറിച്ചൊന്ന് പറയും. തമിഴ് മൂവി ഒരു വില്ലേജ് സ്റ്റോറിയാണ്, പക്കാ വില്ലേജ് സ്റ്റോറിയാണ്. ഞാനൊരു ദാവണിയൊക്കെ എടുത്തിട്ട് നാടൻ കുട്ടിയായിട്ടാണ്. അതും എന്താ അഴക് സെൽവ എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ ആദ്യം തമിഴ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. കുറച്ചും കൂടി മലയാളത്തിനായിട്ട് തമിഴ് പിന്നെ നമുക്ക് മൂവീസ് കണ്ടിട്ടായാലും കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും, അങ്ങനെയൊക്കെ അറിയാം. പക്ഷേ കന്നഡ അങ്ങനെയായിരുന്നില്ല. പക്ഷേ അത് എന്താ എൻജോയ് ചെയ്തു. സ്വിറ്റ്സിലൊക്കെ ആയിരുന്നു നമ്മുടെ സോങ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊരു എക്സ്പീരിയൻസ് അല്ലേ, അങ്ങനെ പുറത്ത് പോയിട്ട് സോങ് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് അന്യഭാഷകളിലേക്ക് പോകുമ്പോൾ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അവിടെ ഇങ്ങനെ പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ അവരാണ്. നമുക്കാണെങ്കിൽ ഉണ്ട്, നമുക്കും ഉണ്ട്, അതല്ല പറയണേ. പക്ഷെ അവർ എന്താ കറക്റ്റ് ടൈമിൽ മോർണിംഗ് കറക്റ്റായിട്ട് 6 o'clock 6 o'clock തന്നെ എത്തണം. അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര പഞ്ച്വലായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഡയറക്ടർ ആയാലും ആ സ്പോട്ടിൽ തന്നെ അപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും വർക്കിങ്ങിനെ കുറച്ചും കൂടി നമ്മുടെ മലയാളത്തെക്കാട്ടി എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയത് അവിടെയായിരുന്നു. ഇവിടെ ആണെങ്കിലും അത് തന്നെയാണ്. ഇവിടെ പ്രശ്നം അങ്ങനെ പഞ്ച്വലല്ല എന്നല്ല പറയണേ. പക്ഷെ ഇവിടെ നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ ആൾക്കാരാകുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമല്ലേ. അവിടെ അങ്ങനെയല്ല, കുറച്ചും കൂടി നമ്മൾ പ്രൊഫഷണലായിട്ട് ചിന്തിക്കണം. മാളവിക ബോത്ത് മോഡേൺ ആയിട്ടും നാടൻ ഒക്കെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ, ഏത് തരം വേഷം ചെയ്യാനാണ് കൂടുതൽ താല്പര്യമുള്ളത്? എനിക്ക് നാടൻ വേഷങ്ങളോടാണ് കൂടുതൽ താല്പര്യം. എന്താണെന്ന് വെച്ചാൽ തമിഴ് സിനിമയിൽ അത് ചെയ്തപ്പോൾ എനിക്ക് ആ വേഷമാണ് കൂടുതൽ ചേരാന്ന് എനിക്ക് തന്നെ ഒരു സ്വയം തോന്നി. അപ്പം എനിക്ക് നാടൻ വേഷങ്ങളോടാണ് കുറച്ചും കൂടി അടുപ്പം. അതെ. ആട്ടക്കഥയ്ക്ക് മുൻപും 2 മലയാള ചിത്രങ്ങൾ ചെയ്തല്ലോ, ഇന്നാണ് കല്യാണം, പിന്നെ മൈ ഫാൻ രാമം. ആ ചിത്രത്തിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയും. ഇന്നാണ് കല്യാണം രാജസേനൻ സാറായിരുന്നു ഡയറക്ടർ. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ ഡയറക്ടറാണ്. അപ്പോൾ അതിൻ്റെതായ നല്ല നല്ല ടിപ്സും കാര്യങ്ങളും സാറ് പഠിപ്പിച്ചു തന്നു, പറഞ്ഞു തന്നു. അങ്ങനെ ആ മൂവി ചെയ്തു. പിന്നെ ചെയ്തത് നിഖിൽ മേനന്റെ മൈ ഫാൻ രാമു. അതൊരു നല്ല മൂവി തന്നെയായിരുന്നു. മാളവിക ഇപ്പൊ മലയാളത്തിലും അന്യ ഭാഷകളിലൊക്കെ ചെയ്തല്ലോ ഒരുപാട് ചിത്രങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫാൻ ഫോളോയിങ് ഒക്കെ ഉണ്ടോ? കുറച്ച് പേരൊക്കെ തിരിച്ചറിയുന്ന പറയുന്ന എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം. അതുപോലെ എന്നെയും കുറെ പേര് തിരിച്ചറിയുന്നെന്ന് മീൻസ് ഓരോ ഒക്കേഷൻസിൽ പോകുമ്പോഴാണ് മലർവാടിയിൽ അഭിനയിച്ച കുട്ടികൾ അങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങനെ തിരിച്ചറിയാറുണ്ട്. അതന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ അംഗീകാരം. സജഷൻസ് ഒക്കെ പറയാറുണ്ട്? തീർച്ചയായിട്ടും പറയാറുണ്ട്. ഓരോരുത്തർ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് പറയാറുണ്ട്. ഓരോ ഫിലിംസിൽ മീൻസ് ചെയ്ത ഫിലിമിലൊക്കെ എങ്ങനെയായിരുന്നു ഹെയർ സ്റ്റൈൽ, അത് കുറച്ചും കൂടി നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ മേക്കപ്പിന്റെ കാര്യം, അങ്ങനെ ഒപ്പം അഭിനയത്തിന്റെ കാര്യം പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെയുള്ള സജഷൻസ് എന്തുകൊണ്ടും നമ്മളെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്കിലൊരു ഫാൻസ് പേജ് ഉണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ കാണുമ്പോൾ സന്തോഷം തന്നെ. പൊതുവെ ഫിലിമിലെത്തുമ്പോൾ എല്ലാവരും ഡയറ്റിലും ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ച് കൂടുതൽ കോൺഷ്യസ് ആവല്ലോ. മാളവിക എത്രത്തോളം കോൺഷ്യസ് ആണ്? ഒരുവിധം കോൺഷ്യസ് ആണ് സത്യം പറഞ്ഞാൽ. എന്താന്ന് വെച്ചാൽ ശരിക്കും നമ്മളെ ഷോ കേസ് ചെയ്യുന്നൊരു സ്ക്രീൻ ആവുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സ്വന്തം ഫിസിക്കലായിട്ടും നമ്മൾ അപ്പിയറൻസ് വൈസും തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഡയറ്റ്
ഞാൻ കൂടുതലും വർക്കൗട്ട് ചെയ്യാറ്. പ്രത്യേകിച്ചും ഡാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ശരിക്കും പറഞ്ഞാൽ എക്സസൈസിന്റെ ഒരു തീർച്ചയായിട്ടും അത് അതിൽ വാമപ്പ് എല്ലാതും ഉണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡാൻസ് ഇല്ലാത്ത ടൈം ആണെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഒരു ടിപ്പ് ഡയറ്റ് ഉണ്ടോ? എൻ്റെ ഡയറ്റ് ഇതുവരെ ഞാൻ ശരിക്കും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ കൂടുതലും ഓയിലി ഫുഡ്സ് ഒഴിവാക്കിയിട്ട് മറ്റെല്ലാം കഴിക്കും. ഓക്കെ, ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റു ചിത്രങ്ങൾ ഏതൊക്കെയാണ് മാളവികയുടെ? ഇനി ഞാൻ ഞാൻ മലയാളത്തിൽ കുറച്ച് സ്ക്രിപ്റ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാണ്. എനിക്ക് കുറച്ചും കൂടി നന്നായി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് നല്ല ഫിലിംസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഫാമിലി സപ്പോർട്ടിനെ കുറിച്ചൊന്ന് പറയൂ. എൻ്റെ അച്ഛൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. ഓക്കെ, അച്ഛനാണ് എന്താ പറയാ എന്നെ ഇതിലേക്ക് ഇൻസ്പയർ ചെയ്ത് എന്നെ കൊണ്ടുവന്നത് അച്ഛനാണ്. പക്ഷെ അച്ഛൻ ഈ അടുത്താണ് മരിച്ചത്. അച്ഛന് അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര എന്താ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാതെ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടും എൻ്റെ ദൈവമായിട്ട് ഞാൻ കരുതിയ ഒരാൾ പെട്ടെന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മയാണ് കൂടെ വരാറ്. അമ്മയും നല്ല സപ്പോർട്ടാണ്. പക്ഷെ അച്ഛൻ്റെ ആ ഒരു ഗ്യാപ്പ് ഇതുവരെയൊക്കെ ആർക്കും ഫില്ല് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് പക്ഷേ വിശ്വാസമുണ്ട്. ഹി സ്റ്റിൽ ദെയർ വിത്ത് മീ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. മാളുവിന്റെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ഇനി ഞങ്ങളുടെ വനിതാ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ, ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും പ്രാർത്ഥിക്കുക. മാളുവിന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ കലാപരമായി ഒരുപാട് തിളങ്ങാൻ സാധിക്കട്ടെ. ഈ കരിയറിൽ ഒരുപാട് അച്ചീവ് ചെയ്യട്ടെ. ഈ വനിതാ പ്രേക്ഷകരോട് ഒരുപാട് നല്ല വിശേഷങ്ങൾ പങ്കുവച്ചതിന് താങ്ക് യു സോ മച്ച്.